ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ ഇവിടെ കുറച്ച് അരി കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇത് നെയ്ച്ചോറിൻ്റെ അരിയാണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു ഇതള റൊട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതൊരു കപ്പ് തേങ്ങാപ്പാലുണ്ട്. അതുപോലെ തന്നെ ഈ അരി ഒരു കപ്പാണ്. ഒരു കപ്പ് അരി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2 ടേബിൾ സ്പൂൺ ചോറുണ്ട്. ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. ഇത്ര കട്ടിയൊന്നും വേണ്ട. അങ്ങനെ ഉണ്ടായാൽ മതി. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പിട്ട് കൊടുക്കണം. സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കിണ്ണം വെച്ച് കൊടുക്കാം. ആ കിണ്ണത്തിലേക്ക് കുറച്ച് പശുനെയ്യ് പറ്റി അരച്ചെടുത്ത അരപ്പ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാനുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഒരു കയ്യിൽ ആദ്യം പകർന്നു കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ ആറി വരുമ്പോൾ മേലെ ഇങ്ങനെ ഓയിൽ പറ്റിയിട്ട് പശു നെയ്യേ പറ്റാവുള്ളൂ. ഇത് ആറി വരണം. നമ്മൾ മൂടി കൊടുക്കുക. ഇത് ആറി വന്നിട്ട് വേറെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇതളായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ആറി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആറി വന്നാൽ മതി, വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പശു നെയ്യ് മേലെ പറ്റി കൊടുക്കുക. അതേപോലെ ആറി വന്നാൽ മതി, വേവില്ല. ആറി വരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ലൂസായാൽ അത്രയ്ക്ക് നല്ലതാണ്. അടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവണം. അപ്പോൾ അടുത്തത് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ അട്ടിക്കട്ടിക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ നല്ല പശു നെയ്യ്, നല്ല ടേസ്റ്റ് അത് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചുറ്റുപാട്ട് നല്ലോണം പശു നെയ്യ് പട്ടത്തൊക്കെ പറ്റി കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുക. അങ്ങനെ ആറി വന്നാൽ മതി, വേവരുത്. ഒഴിക്കുമ്പോൾ അങ്ങനെ വെള്ളം പോലെ കണ്ടില്ലേ, ആ രീതിയിൽ ആകാവുള്ളൂ. ഇത് മൂടിക്കൊടുക്കുക. അടുത്തത് അത് വരട്ടെ. ഇതിൽ കുറച്ച് ഭക്ഷണം പറ്റി കൊടുക്കാം. ആറി വന്നാൽ മതി, വേവരുത്. പിന്നെ വേവാൻ നമ്മളവിടെ അടുപ്പത്താടെ ഇട്ട് കൊടുത്താൽ മതി. അവിടെ കിടന്ന് വന്നോളൂ. നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. ഒരു കയ്യിലും കൂടി വീത്തുന്ന നമുക്ക് നോക്കാം. പിന്നെ ഇത് വന്നോട്ടെ. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം വന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് തട്ടി. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം. നല്ല ഇതളായിട്ട് കിട്ടും. ചൂടാറട്ടെ. ഇതിലേക്ക് തട്ടി കൊടുക്കാം. പാത്രത്തിൽ പിടിക്കാണ്ട് കിട്ടും. നമുക്ക് കഴിക്കുമ്പോൾ ഇതേമാതിരി പീസാക്കിയിട്ട് കഴിക്കണം. ഇതേമാതിരി പീസാക്കി എടുത്താൽ മതി.
കണ്ടോ? അങ്ങനെ അടർന്ന് വരും. കണ്ടോ? ഇതുമാതിരി ഇങ്ങനെ എല്ലാം അടർന്ന് കിട്ടും. കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും ഉണ്ടാവും. അല്ലെ സ്റ്റൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും. കണ്ടോ? ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. സ്റ്റൂവാണ് ഇതിന് മെയിൻ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ അടർന്ന് ഇതുപോലെ അടർത്തി എടുത്താൽ മതി. നിങ്ങളിതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഇതാണിതിന് ഇതുള്ള റൊട്ടി, തിരുള്ള റൊട്ടി എന്നൊക്കെ പറയും തലശ്ശേരിയിൽ. ഇത് ഭയങ്കര ഫേമസാണ്. നോമ്പിനൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ അറിയിക്കണേ, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.